ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു ചർച്ച് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെൻറ്റ് മേരീസ് ചർച്ചിലോട്ട് പോവാണ്. ഏകദേശം അടുത്തെത്തി. പിന്നെ ഞാനൊരു പാർക്ക് കണ്ടപ്പോൾ ഒരു ഇൻട്രോ എടുക്കാമെന്നും പറഞ്ഞ് നിന്നതാ. അപ്പോൾ ബാക്കിയെല്ലാം വീഡിയോസിലൂടെ കാണിക്കാം. ഇതാണ് സെൻറ്റ് മേരീസ് ചർച്ച്. ഇത് ചർച്ചിൻ്റെ ബാക്ക് സൈഡാണ്. ഞാൻ നിങ്ങളെ ഫ്രണ്ട് സൈഡ് ഇപ്പോൾ കാണിക്കാം. പിന്നെ ഇത് കണ്ടോ, ഇതിവിടെ മരിച്ചുപോയ ആളുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് കൊണ്ടുവയ്ക്കും. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ഇതൊരു സൈഡ് എൻട്രൻസ് ആണ് കേട്ടോ. ഈ പള്ളി നോക്കി ഇത്രയും വലുതാണ്. ഇതൊരു സൈഡ് എൻട്രൻസാണ്. ഇന്നത്തെ വെതർ അത്ര പോരെ ഗൈസ്, ഭയങ്കര കാറ്റാണ്. ഇതാണ് ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ്. കണ്ടോ, ഇത് അത്രയും വലുതാണ്. അങ്ങനെ അകത്തോട്ട് പോവാ. ഇതാണ് പള്ളിയുടെ അകം. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ ഒരാൾ നിൽപ്പുണ്ടായിരിക്കും. അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഫോം കിട്ടും. ഇതാണ് ആ ഫോം. ഇത് നോക്കി വേണം നമ്മൾ അവിടുത്തെ പ്രെയറൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട്. ഇന്ന് അത്യാവശ്യം ആളുണ്ടായിരുന്നു. സാധാരണ ഇത്രയും ആൾ കാണൂല. ഇന്ന് അത്യാവശ്യം ആളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ലേഡി പ്രീസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലതുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ കഴിഞ്ഞു. 11 മണിയായപ്പം കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. എല്ലാ സൺഡേയും ഇവർ ഒരു ഡെക്കറേഷൻസ് ചെയ്യും. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു മണിക്കൂറത്തെ പ്രയറാവുള്ളത്. 10 മണി തൊട്ട് 11 മണി വരെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞു. ഇന്ന് കുറച്ച് ലേറ്റായി. എന്തായാലും ഒരു ബ്ലെസ്ഡ് സൺഡേ ആയിരുന്നു. ഈ 3 ഡോഗ്സിനെ ഞാൻ മിക്ക സൺഡേയും കാണാറുണ്ട്. എനിക്കിതിനെയൊക്കെ ഫീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ്, നമുക്കിത് ഈ അണ്ണാരക്കാണ് കൊടുത്തു നോക്കാം. ഒരെണ്ണം ഓൾറെഡി ഇവ കഴിച്ചു. അങ്ങനെ എൻ്റെ ന്യൂ ഫ്രണ്ടിനെ കണ്ടോ നിങ്ങൾ? ഇത് എൻ്റെ അടുത്തുനിന്ന് പോയതേ ഇല്ല. അവിടെ തന്നെ ഇന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാവുകൾക്ക് ഞാൻ ഫീഡ് ചെയ്യാറുണ്ട്. സീകളുണ്ടെങ്കിൽ ഈ പ്രാവുകളൊന്നും വരില്ല. പക്ഷെ ഇന്ന് സീകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് പോവാണ്. കുറച്ചൊന്നുമല്ല, എന്നുവെച്ചാൽ കുറച്ച് യോഗട്ടും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സും മേടിക്കണം. ഓക്കെ. ഇന്ന് ഭയങ്കര കാറ്റുണ്ട് ഗൈസ്. കാണുമ്പോൾ എനിക്ക് മനസ്സിലാകത്തോളം കാറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ വെതറെല്ലാം അൺപ്രഡിക്റ്റബിൾ. ഇപ്പം ഏത് വെതറാക്കി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി കാറ്റ് പോയി. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. എനിക്കറിഞ്ഞൂടെ എന്ത് വെതറാണ്. പിന്നെയും വന്നു. ഇവിടെ നിന്നാണ് സാധനം വാങ്ങിക്കാനുള്ള. ടാനെ അടയുന്നു, തുറക്കുന്നു. എന്തല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഒരു ബാസ്ക്കറ്റ് എടുത്തു. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും യോഗട്ടും ഒക്കെ മേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു സൺഡേ. ഇപ്പോൾ തന്നെ ഓൾറെഡി ഉച്ചയായി. ഇനി വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. പിന്നെ എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടലി എൻ്റെ ഇന്നത്തെ ദിവസം അതോടെ കഴിക്കും. പിന്നെ എന്തെങ്കിലും കണ്ടൻറ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അതനുസരിച്ച് വീഡിയോ ചെയ്യും. ഓക്കെ, ബൈ.